എല്ലാവർക്കും നമസ്കാരം. മറ്റേ കാര്യം പറയട്ടെ, ഞാൻ പറയാം. അങ്ങനെ മലയാളികൾ കാണാൻ കാത്തിരിക്കുന്ന ആ ഒരു ഫാന്റസി, ആ ഒരു വൺ ഓഫ് ദ ബിഗസ്റ്റ് ഫ്രാഞ്ചൈസി ആട് 3 ഇവിടെ വിധികളിരിക്കുകയാണ്. ഈ എല്ലാവരും ഡിസംബറിൽ ഈ ഒരു ക്രിസ്മസ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആട് 3യുടെ കൂടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതും ഒരുപാട് ചിരിയുമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ഒരു ഗംഭീര ഹിറ്റ് തന്നെയാവട്ടെ. മലയാള ചരിത്രത്തില്, മലയാള സിനിമാ ചരിത്രത്തില് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഓർത്തു ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് നർമ്മം ഈ ഒരു സിനിമയിൽ ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് കാത്തിരിക്കാം. അറിയാം, നമ്മുടെ സ്വിച്ച് ഓൺ ഫസ്റ്റ് ക്ലാസ് പരിപാടികളിലേക്ക് കടക്കുകയാണ്. അതോടുകൂടി നമ്മുടെ ആട് സംബന്ധിച്ച പരിപാടികൾ അവസാനിക്കും. അപ്പം അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട രണ്ടാളുകളെ വേദിയിലേക്ക് വിളിക്കുകയാണ്. ആദ്യമായിട്ട് പടക്കളത്തിന്റെ വിജയത്തിൽ നിൽക്കുന്ന മിസ്റ്റർ ഷർഫുദ്ദീൻ ഐശ്വര്യമായിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നത് മിസ്റ്റർ ഷാർപ്പാണ്. ഒരു 2 വന്നു. എല്ലാവർക്കും നമസ്കാരം. മറ്റേ കാര്യം പറയട്ടെ, ഞാൻ പറയാം. ഒന്നുമില്ല, ശരിക്കും ആട് സിനിമയില് എന്നെ സിനിമയിലേക്ക് അങ്ങനെ വിളിക്കാൻ അങ്ങനെ ഒരുപാട് ആരുമില്ലായിരുന്ന സമയത്തൊക്കെയാണ് ആട് സിനിമ നടക്കുന്നത്. അപ്പോൾ ആട് സിനിമയിൽ ഞാനും ഉണ്ടാവേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ സമയത്താണ് പ്രേമം നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസരം ചോദിച്ച് നടന്ന് ഞാൻ ഡേറ്റ് ക്ലാഷിൽ പെട്ടുപോയതാണ് പ്രേമമാണ്. അങ്ങനെ ഒരു സത്യമുണ്ട് ഇതിന്റെ പുറകില്. അതെ, ഞാൻ സ്വിച്ച് ഓൺ അല്ല, ഞാൻ തള്ളി കയറുന്നുണ്ട്. എവിടെയെങ്കിലും ഞാൻ കയറി പറ്റും. ഓക്കെ, താങ്ക് യു. ഇനി ഫസ്റ്റ് ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാളും മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന പുതിയ സംവിധായകനുമായ ശ്രീ ഉണ്ണിമൂന്നൻ ആക്ടർ സൂപ്പർ സ്റ്റാർ പരിപാടികളൊക്കെ വിട്ടുകൊണ്ട് ഡയറക്ടർ ഉണ്ണിമൂന്നൻ ക്ഷണിക്കുകയാണ്. രണ്ടുപേരും സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ എന്താ പറയാ, എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്. ചേട്ടൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫ്രണ്ട്സാണ്. ഞാൻ ഇതിനുവേണ്ടി സംസാരിച്ച് ഞങ്ങൾ പാലക്കാട് എത്തിയും മിഥുനി എന്ന് പറയുന്നത് എൻ്റെ സെറ്റ് ഹ്യൂജ് സെറ്റ് അവിടെ നടക്കുന്നത്. വിജയൻ്റെ ഫ്രണ്ടാണ്. എല്ലാവരും ഓഫ് ദ കാസ്റ്റിംഗ് ഒരു ഫ്രാഞ്ചൈസി ആയിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ബിഗ് തിങ്. ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസും അതിൻ്റെ ലോജിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാവുന്നവർക്ക് അറിയാം. ഇറ്റ്സ് ഹ്യൂജ്. അതും നിങ്ങളെല്ലാവരും പറഞ്ഞു കേട്ടു. ഒരു പരാജയത്തിൽ നിന്ന് ഇത്രയും വലിയൊരു ബ്രാൻഡായി മാറുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഈ ടീം എല്ലാവിധ ഭാവങ്ങളും ഐ റിയലി ഫീൽ ദാറ്റ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇനിയും നല്ല സിനിമകൾ വരട്ടെ. എൻ്റെ കരിയറിൽ ആട് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസ് നടത്തിയൊരു ഘട്ടം കൂടിയുണ്ട്. ലൈക്ക് മാർക്കോ എന്ന സിനിമ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ആടിൻ്റെ ഫെയിലിയറിൽ നിന്ന് ആട് 2 വിജയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കുറേ പേരോട് പറഞ്ഞു നമുക്കൊരു മാർക്കോ ചെയ്താലോ എന്ന്. അപ്പോൾ അത് ആർക്കും അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആൻഡ്രൂ ചേട്ടനോട് ചോദിച്ചു ഞാനത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. ആൻഡ് ഐ ഹാവ് ടു താങ്ക് ഹിം ബിക്കോസ് എന്നോട് ഒരു ഇഷ്ടം കൊണ്ട് ചെയ്തി കൂടെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു നയ പൈസ പോലും പുള്ളി മേടിച്ചില്ല. ആ ഒരു NOC ആയിരുന്നു. ഫ്രീഡം ടു ഗോ അഹെഡ്. ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഇതൊക്കെ ഒരു കൺവിക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ടീം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷനാണ്. ആൻഡ് ഐ ആം പാർട്ട് ഓഫ് ദാറ്റ്. സോ ആട് 3 വിജയിക്കണം എന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ബിക്കോസ് ഇനിയും നല്ല സിനിമകൾ വരട്ടെ, ഇനിയും ഇൻസ്പിറേഷൻസ് ഉണ്ടാകുന്നത്. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. എസ്പെഷ്യലി ചേട്ടൻ്റെ ഈ സിനിമ മാത്രമല്ല, എനിക്ക് കത്തനാറും കൂടി കാണാൻ ഞാൻ
ആഗ്രഹിക്കുന്നു. ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. എന്തായാലും ഒരുപാട് സന്തോഷം ഇതിൽ വരാൻ സാധിച്ചതിൽ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ രാജ്യം അത്രയും ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനല്ല. ബട്ട് ഐ റിയലി ഹോപ്പ് ദാറ്റ് വി പ്രേ ഫോർ ദി കൺട്രി ആസ് വെൽ. ബട്ട് ഇതൊരു നല്ലൊരു ദിവസം, നല്ലൊരു തുടക്കം. ആൻഡ് ഐ ഹാപ്പി ദാറ്റ് ഇവിടെ വരാൻ സാധിച്ചു. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ ഷാജി പാപ്പനെയും തോമസ് പാപ്പനെയും ക്ലാപ്പിന്റെ പുറകിൽ മുഖം കൊടുക്കാനായി ക്ഷണിക്കുകയാണ് ഫസ്റ്റ് ഷോട്ടിനായിട്ട്. ഈ ആടിന് ഏകദേശം ഞങ്ങള് 100-120 ദിവസത്തോളമാണ് പ്ലാൻ ചെയ്യുന്നത്. ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള ആക്ടേഴ്സ് എല്ലാം അവരുടെ കമ്മിറ്റ്മെന്റ് തീർത്ത് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലുക്ക് എടുത്ത് വെളിയിൽ പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കുറെ പേർക്ക് അവരുടെ വർക്ക് തീർക്കുന്നതുകൊണ്ടാണ് ഇവിടെ എത്താൻ കഴിയാഞ്ഞത് ഷോർട്ട് നോട്ടീസ്. അപ്പം ഇവിടെ ആടിന്റെ 2 ഫ്രാഞ്ചൈസിയിലും 2 പാർട്ടിലും ഉണ്ടായിരുന്ന കുറെ പേരുണ്ട്, കുറച്ച് പേര് പുതിയതായിട്ടുണ്ട്. എനിക്ക് സംസാരിക്കുന്നവർക്കെല്ലാം സംസാരിക്കാൻ, പക്ഷേ ഷിബു തടി കുറച്ചത് എനിക്ക് ഷിബുനെ മനസ്സിലാവണം. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു വലിയ യാത്രയ്ക്ക് 2025 മെയ് 15 മുതൽ തുടങ്ങുകയാണ്. ഒരു വലിയ യാത്രയാണ്. ഞാൻ സിനിമയിൽ വന്നിട്ട് ഏതാണ്ട് 32 വർഷമായി. അപ്പോ ആ 32 വർഷത്തിലെ ഏറ്റവും വലിയൊരു സിനിമ ഞാനും വർക്ക് ചെയ്യുന്നു. ഈ സിനിമയ്ക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന കുറേയധികം ടെക്നീഷ്യൻസ് ഇതിലുമുണ്ട്. അതുപോലെ സെക്കൻഡ് പാർട്ടിലുണ്ടായിരുന്ന കുറച്ച് പേരുണ്ട്. തേർഡിലേക്ക് വരുമ്പോൾ പുതിയ, എനിക്ക് തോന്നുന്നു ഇതിന്റെ കൂടെയാണ് കുറച്ചധികം പുതിയ ആൾക്കാരുള്ളത്. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പുതിയ ആൾക്കാരാണ് കൂടുതലുള്ളത്. ക്യാമറ ടീം പുതിയതാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ഈ പുതിയ സിനിമയ്ക്ക് പുതിയ കാലഘട്ടത്തിലുള്ള മാറ്റം അനുസരിച്ച് പഴയ കാലഘട്ടത്തിൽ നിന്നും കുറച്ച് പേരും ബാക്കി പുതിയ കാലഘട്ടത്തിൽ നിന്നും കുറെ അധികം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആട് 3 വരാൻ പോകുന്നത്. ഇതിന്റെ ഒരു ബഡ്ജറ്റ് സത്യം പറഞ്ഞാൽ ഇതുവരെയും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഓരോ ദിവസവും ബഡ്ജറ്റ് ഇടാനായിട്ട് ഞങ്ങൾ ഇരിക്കും. അപ്പൊ ഓരോന്ന് കൂടി വരുന്നതുകൊണ്ട് ഇതുവരെ ഇട്ടിട്ടില്ല. നാളെ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ ഷാൻ റഹ്മാനെ ഞാൻ ഇന്ന് 2 ദിവസം മുമ്പ് വിളിച്ചു. അപ്പൊ ഷാൻ പറഞ്ഞത് ഞാൻ എല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞു എന്നാണ് ഷാൻ പറഞ്ഞത്. ഷാൻ പുറത്താണ്. ഷാനെ ഈ പരിപാടിക്ക് വേണ്ടി വിളിച്ചപ്പോ പുറത്താണ്. അപ്പോ ഈ സിനിമ എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന ക്രിസ്മസ് ആണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ആട് 2 ജനങ്ങൾ ഏറ്റെടുത്തതുപോലെ ആട് 3 100% ഈ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഏറ്റെടുക്കുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ വിജയ് സാറിനും മിഥുനും നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദിയാണ് പറയേണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 1ാമത്തെ പാർട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഫസ്റ്റ് ഷോ പത്മ തിയേറ്ററിൽ കഴിഞ്ഞപ്പോ വളരെയധികം സങ്കടം തോന്നി. കാരണം ഇത്രയും ചെയ്തിട്ടും കളക്ഷൻ കുറവാണ്, പല പ്രതികരണം കുറവാണ്. അപ്പൊ അതിൽ നിന്ന് ഇന്നിവിടെ വരെ എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു നിർമ്മാണ കമ്പനി ആ വലിപ്പത്തോടൊപ്പം വലുതാകുകയും അത് 3ാമത്തെ പാർട്ട് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് മലയാള സിനിമയിലെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. 5 minutes ഉണ്ട് സംസാരിക്കാൻ. ഭരത്തോടെ എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എനിക്ക് വിരുമ്പുന്ന ഡയലോഗ് തന്നെ ഇപ്പം പറയാൻ തോന്നുന്നത് പൂരം കൊടിയേറി മക്കളെ തുടക്കം പോലെ ഇനി എല്ലാവരും കൂടി ഒരു ആഘോഷമായി. താങ്ക്സ് ആണ് എല്ലാവർക്കും. വിജയനോടും ജയനോടും എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ചെയ്യണം. അതിന് കാരണമുണ്ട്. താങ്ക് യു ചേട്ടാ. നമസ്കാരം. ഒരുപാട് സന്തോഷം. ആട് 1-ലില്ലായിരുന്നു, ആട് 2-ലെ ഉണ്ടായിരുന്നുള്ള ഹിറ്റായി. ഒരുപാട് സന്തോഷം. ഒരുപാട് പേര്
ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു പേടിയില്ല. അത് ഇടുന്നതെന്നാണ് പറഞ്ഞത് സാർ. എന്നാലും ഇത്രയും വലിയൊരു സിനിമയില് ഭാഗമാകാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഷാജി ബാബുവിന്റെ സ്വന്തം ചേട്ടൻ വരും. ഞങ്ങളെല്ലാം പറയാനുള്ളത് പറഞ്ഞു. സ്ക്രിപ്റ്റ് നന്നായിട്ട് അറിയാവുന്നുണ്ട്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റിനെ കുറിച്ച് ഒന്നും പറയരുത്. അല്ല, സ്ക്രിപ്റ്റിനെ കുറിച്ച് അറിയാമോ ആരെങ്കിലും? എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അതൊക്കെ തന്നെ ഞാനും പറയുന്നു. ആട് 3 ഗംഭീരമാവട്ടെ. ഇതൊരാഘോഷത്തിന്റെ അന്തരീക്ഷമല്ല രാജ്യത്തുള്ളത് എങ്കിലും നമ്മൾ ഈ ചെറിയ പരിപാടിയിൽ വലിയ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. എല്ലാ ആശംസകളും. താങ്ക് യു. നമസ്കാരം. എല്ലാവർക്കും അടിപൊളിയാവട്ടെ. ആട് 3 ഒരു ഭാഗമാകാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ആട് 2 ഉണ്ടാവുമെന്ന് വിജയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ എന്നെ വിളിച്ചു. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഗംഭീര ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആട് 1, 2, 3 എല്ലാം ആയി. അപ്പൊ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ടാണ്, എല്ലാവരും പ്രാർത്ഥനയൊക്കെയാണ് ഇവിടെ വരെ എത്തിയത്. ഇതിലൊക്കെ ഭാഗമാകാൻ ഈ എന്നെക്കാൾ എത്രയോ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ പറയുന്നത് ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ ഭാഗ്യം. അപ്പൊ ഞാൻ എന്ത് പറയണം എന്ന് ഞാൻ ആലോചിക്കുന്നു. എന്നെ വളരെ ദൈവത്തിന്റെ അനുഗ്രഹവും ഭാഗ്യമൊക്കെ എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് സാറിന് ഇതിന് ഒക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ ഈ കഥാപാത്രങ്ങളുടെ പേരെല്ലാവരും വിളിക്കും. എന്നെ ഡ്രാഗൺ പൈറ്റി പേരെന്ന് വിളിക്കും. എന്നെ വിളിക്കുന്നത് പോട്ടെ, എൻ്റെ മോളെ സ്കൂളിലെ കുറ്റപ്പേര് ഡ്രാഗൺ പൈറ്റി ചെയ്യുന്നു. അവിടെ എങ്ങനെ എല്ലാവരും വിളിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ വരെ എത്തിയതിൽ എല്ലാവരും നന്ദി. നമസ്കാരം. എന്തായാലും എല്ലാവർക്കും നന്ദി. നമസ്കാരം. എല്ലാവരോടും നമസ്കാരമുണ്ട്. ഞാൻ വിജയനെ വിളിച്ച് 1 വർഷം മുമ്പ് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയത്. പുള്ളി എന്നെ നിർത്ത് കാണും, എന്നാലും കുഴപ്പമില്ല, എനിക്ക് അഭിനയിച്ചേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. എന്നാ ഇതിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് 1 വർഷത്തിന് ശേഷം പുള്ളി പറഞ്ഞു, എടാ നിന്നെക്കൊണ്ട് എനിക്ക് തലവേദനയാക്കണാണ്, അങ്ങനെ പറഞ്ഞ് എന്നെ അതിലേക്ക് ആഡ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ആട് 3 മിനിമം ഒരു 100 കോടി ക്ലബിലേക്ക് വരുന്ന ഒരു സിനിമയെ മാറട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു സോ മച്ച്.